ആകാൻ വേണ്ടി ഉസ്താദ് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മോശമാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവൻ്റെ മക്കളെ പറ്റിയിട്ടും അവനാൻ്റെ ആൾക്കാരെ പറ്റിയിട്ടും അവനാനും മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊരു ശരിയാണ്. പക്ഷെ അത് എഴുതിയിട്ട് ശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല എന്ന് അർത്ഥമില്ല. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും പ്രത്യേകത, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശവും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്നാണ് ഉണ്ടായിരിക്കുക. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം ആക്കത്തിനെ കിട്ടുള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്താദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ലോകത്ത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം സയ്യിദുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അംബിയാക്കളുടെ നേതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സത്യത്തിൽ അംബിയാക്കളുടെ നേതാവ് അബുൽ ബഷറായ ആദം നബി അലൈഹി ഇസ്ലാമാണ് ആകേണ്ടിയിരുന്നത്. പക്ഷെ ആ പേര് കിട്ടിയത് നൂഹ് നബിക്കാണ്. അതിൻ്റെ കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്ത് ആദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത്. 950 കൊല്ലം ഓലോട് ഷിർക്കിൽ നിന്ന് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് മടങ്ങിയത്. എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായില്ല? വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ കുട്ടി ജുമയ്ക്ക് ചെന്നപ്പോൾ ലേശം നേരം വയ്ക്കുന്നു. അപ്പം ഇന്ന് മേലേക്ക് കയറാനാവില്ല എന്ന് കരുതിങ്ങാണ്ട് പുറത്തെ പള്ളിയിലിരുന്നു. ഏതായാലും ഇപ്പം ഞാൻ അവിടെ ഇരുന്ന സ്ഥിതിക്ക് ദുആ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഓൻ അവിടെ ഇരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഏതായാലും കുറേ പരിചയക്കാരൊക്കെ കാണാണ്ട് ഓൽക്കൊന്ന് കയ്യൊടുക്കാമെന്ന് തീരുമാനിച്ച് കയ്യും കൊടുത്തു. അപ്പോൾ വാപ്പാക്ക് തോന്നി ചെറുക്കൻ നന്നായിട്ടുണ്ട്. കാരണം ഓൻ ഈ വെള്ളിയാഴ്ച താഴെയാണ് ഇരുന്നത്, വർത്താനം പറഞ്ഞിട്ടില്ല, ദുആ കഴിഞ്ഞിട്ടാണ് പോണത്, എല്ലാവർക്കും കയ്യൊടുത്തിട്ടാണ് പോണത്, ചെറുക്കൻ നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം അത്ര വേഗം കിട്ടൂല. അതേ സമയത്ത് ഒരു കൊല്ലം പൂരത്തിന് പോയാൽ എഴുതി വെച്ചോളി, അടുത്ത കൊല്ലം ഓർമ്മപ്പെടുത്തുകൂടി വേണ്ടി വരില്ല, ഓൻ പൊയ്ക്കോളും. ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗമാണ്, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശമാണ്. അതുകൊണ്ട് ഒരിക്കൽ വയതിന് പോയി എന്ന് എഴുതിയിട്ടോ എന്നും വയതിന് പോകുമൊന്നുമില്ല. ഒരിക്കങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കയ്യെട്ടിങ്ങാണ്ട് സാലിം വൈസിൻ്റെ പ്രസംഗം കേട്ടു എന്ന് എഴുതിയിട്ട് എന്നും കേൾക്കൊന്നുമില്ല. അങ്ങനെ വേറെ എന്താ കയ്യെട്ടണം, പിന്നെ എപ്പോഴും ഇതേമാതിരി കയ്യെട്ടണം, അങ്ങനെയാണ്. ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ്, എന്നാൽ ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗങ്ങളിലേക്ക് ആളുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.